സുരേഷ് ഗോപി ഇഫക്റ്റ് തൃശൂരിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറിയോ? തിരിച്ചടിയായെന്ന് തന്നെയാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിലെ ടി.എൻ. പ്രതാപൻ നേടിയ 93,633 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നാണ് 2024 ബി.ജെ.പിയുടെ സുരേഷ് ഗോപി 74,686 വോട്ടിന് ജയിച്ചത്. അതായത് മൊത്തത്തിൽ നോക്കിയാൽ 1.25 ലക്ഷം വോട്ടുകളാണ് സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയ നേട്ടം. ഒരു തവണ ലോക്സഭയിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും ആ മണ്ഡലം വിടാതെ നിന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കാരണമാണ് ഈ വോട്ടുകൾ കൂടിയത് എന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ. അതോടെ സുരേഷ് ഗോപി ഇഫക്റ്റ് എന്ന ഒരു നിരീക്ഷണവും ഉണ്ടായി. ഒരു ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചതിലൂടെ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ നേടാമെന്ന് എൻ.ഡി.എ മുന്നണി കരുതിയെങ്കിലും പിന്നീട് സുരേഷ് ഗോപി ഇഫക്റ്റ് ഉണ്ടായില്ല. ജയിച്ച് കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ വാക്കുകളും പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മാത്രമല്ല ബി.ജെ.പിക്കും പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും തദ്ദേശ ഇലക്ഷനിൽ പാർട്ടിക്ക് നേട്ടം ഉണ്ടാക്കാനുമായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയെങ്കിലും അതിനും വിപരീത ഫലമായിരുന്നു. ഗ്രാമീണരെ സ്വാധീനിക്കാനായി നടത്തിയ കലുങ്ക് ചർച്ചകളിൽ സഹായം അഭ്യർത്ഥിച്ചു വന്ന വയോധികനെ അപമാനിച്ചെന്ന ആരോപണം പാർട്ടിയെയും തദ്ദേശ സ്ഥാനാർത്ഥികളെയും ക്ഷീണിപ്പിച്ചിരുന്നു. കലുങ്ക് സഭ ഒരു കോമഡി ഷോ ആയി മാറുകയും ചെയ്തു. അതോടെ കലുങ്ക് സഭ ഉപേക്ഷിച്ച് ഇടത്തട്ടുകാരെ ആകർഷിക്കാനായി എസ്.ജി. കോഫി ടൈംസ് എന്ന പരിപാടി വീണ്ടും തുടങ്ങിയെങ്കിലും അതും ഫലം കണ്ടില്ല. 2019 ലോക്സഭയിലേക്ക് തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനം 28.19 ആയിരുന്നു. ജില്ലയിൽ എൻ.ഡി.എ അന്ന് നേടിയ വോട്ട് 3,36,746 ആയിരുന്നു. 2024 സുരേഷ് ഗോപി ജയിക്കുമ്പോൾ വോട്ട് ശതമാനം 37.8 ആയിരുന്നു. 2024 തൃശൂർ ജില്ലയിൽ എൻ.ഡി.എ നേടിയ വോട്ട് 5,55,007 ആയിരുന്നു. പിന്നീട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ ജില്ലയിൽ നേടിയത് 3,96,808 വോട്ടാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ നിയമസഭാ ഇലക്ഷനിൽ എൻ.ഡി.എയുടെ വോട്ട് 3,55,000 കുറഞ്ഞു. അതായത് സുരേഷ് ഗോപി MP ആയി 2 വർഷത്തിനിടെ 2 ലക്ഷം വോട്ടുകളാണ് അവിടെ കുറഞ്ഞത്. അസംബ്ലി മണ്ഡലങ്ങളിലെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ ഈ ഇടിവ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകുന്നു എന്നാണ് പറയുന്നത്. MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെയും സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തെയും ആണ് ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നത്. ജില്ലയിലേക്ക് ശ്രദ്ധേയമായ വികസന പദ്ധതികൾ ഒന്നും കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാത്തത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വൻ ഇടിവ് നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മണലൂർ, നാട്ടിക മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചുവെങ്കിലും ബാക്കിയുള്ള 5 മണ്ഡലങ്ങളിലെ പ്രകടനം നിരാശാജനകമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ ലഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിനായി ഒരു മെഗാ പദ്ധതിയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അത്തരമൊരു പദ്ധതി എത്തിയിരുന്നെങ്കിൽ വികസനത്തിന് മുൻഗണന നൽകുന്ന പാർട്ടി എന്നൊരു പ്രതിച്ഛായ ബി.ജെ.പിക്ക് ലഭിക്കുമായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം.